നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സമയഭേദം കൂടാതെ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നതിന് പുത്രനിലൂടെ ഞങ്ങൾക്കൊരുക്കുന്ന അവസരത്തിനായിട്ടും സ്തോത്രം. പരിശുദ്ധമായ ഈ ആരാധനാവേളയിൽ നിൻ്റെ വചനം കേൾക്കുന്നതിനും അത് ധ്യാനിക്കുന്നതിനും ഞങ്ങൾക്കൊരുക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശമാശന്മാരുടെ ഗണത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരും ഞങ്ങളും എല്ലാവരും ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമേ. കൃപയിൽ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹാ മൂലമുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശു കർത്താവ് പറഞ്ഞ മനോഹരമായൊരു കഥയാണ്. യേശു കർത്താവ് പറഞ്ഞ കൗതുകമൊളിപ്പിച്ചു വെച്ച ഒരു മനോഹരമായ കഥയാണ്. ഒരുപാട് അർത്ഥതലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ 2026-ലും ഞാനും നിങ്ങളും ഇരുന്ന് നന്നായി ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു കഥ കർത്താവ് പറഞ്ഞതാണ്. 2 മനുഷ്യരുടെ കാര്യമാണ്. അവിടെ ഒരു ധനവാനുമുണ്ട്, ലാസറുമുണ്ട്. 2 പേരും ഒരേ കാലയളവിൽ ഒരേ ഇടത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണ്. അങ്ങനെ ജീവിച്ച ആ മനുഷ്യർ 2 പേരും ഏതാണ്ട് ഒരേ കാലയളവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ 2 പേരും എത്തപ്പെട്ട സ്ഥലം വ്യത്യസ്തമായിരുന്നു. അവിടെ ഉണ്ടായ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ കുറിവാക്യമായിട്ട് വായിച്ചു കേട്ടത്. അവിടെ പറയുന്ന വാചകം ഇതാണ്. ധനവാന്റെ വലിയൊരു ആഗ്രഹം പറയുകയാണ്, എനിക്ക് സഹോദരന്മാരുണ്ട്, അവർ രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാതനയുടെ വേദന വല്ലാതെ നോവിക്കുന്നതും വല്ലാതെ പൊള്ളിക്കുന്നതുമാണ്. ഇതിലേക്ക് അവർ വരാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ അവനെ അങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചാൽ നന്നായി, അവർ വിശ്വസിക്കും. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്ന മറുപടിയാണ് ഇത്. ദൈവം തമ്പുരാൻ പറയുന്ന മറുപടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അബ്രഹാം പിതാവ് പറയുകയാണ്, മരിച്ചവരിൽ ആരെങ്കിലും ഇനി ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. മോശയും പ്രവാചകന്മാരും പറഞ്ഞത് അവർ കൂട്ടാക്കിയിട്ടില്ല. ഈ 2 വർത്തമാനങ്ങൾ, ഈ 2 വാചകങ്ങൾ, ഈ വാചകങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കെന്താണ് ധ്യാനിക്കാനുള്ളത്? മരിച്ചവർ പറഞ്ഞാൽ കേൾക്കാത്തവരും പ്രവാചകന്മാരെ കൂട്ടാക്കാത്തവരുമായ ഒരു ലോകത്തിൽ ആർക്കാണ് ഇനി സാധ്യതയുള്ളത്? അത് പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കാണ് സാധ്യത. ഈ സഹോദരന്മാർ രക്ഷപ്പെടണ്ടേ? നമ്മളവരെ പ്രതിസ്ഥാനത്തൊക്കെ നിർത്തി മാറ്റിക്കളേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു കഥയാണ്. ആ കഥയുടെ രൂപത്തിൽ തന്നെ ഞാനങ്ങ് പറയാൻ ശ്രമിക്കുകയാണ്. ഈ പറയുന്ന ധനവാന്റെ സഹോദരന്മാർ നമുക്കിടയിലുണ്ടെന്നേ. നമ്മൾ ചിലപ്പോൾ അതൊക്കെ തന്നെയാണ്. ഈ സഹോദരന്മാരൊക്കെ രക്ഷപ്പെടണ്ടേ? അവരെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ജീവിച്ചിരിക്കുന്നവർക്കാണ് സാധിക്കുക, നമുക്കാണ് സാധിക്കുക. ഇന്ന് ശമാശന്മാരായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു ശുശ്രൂഷയിലേക്കാണ് വരുന്നത്. ചില മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള വലിയ നിയോഗത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ 2 ധ്യാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 2 വാക്കുകളാണ്. 1 ആക്ഷൻ, 2 റിഫ്ലക്ഷൻ. 1 പ്രവൃത്തി, 2 പ്രതിഫലനം. ഇത് 2ഉം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ജീവിതം കൊണ്ട് പ്രവർത്തിക്കുകയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരാകാൻ നമുക്ക് പറ്റണം. എന്തിനെ പ്രതിഫലിപ്പിക്കണം? ദൈവത്തെ പ്രതിഫലിപ്പിക്കണം, ദൈവരാജ്യത്തെ പ്രതിഫലിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള നിയോഗമാണ് എല്ലാവർക്കുമുള്ളത്. അത് ഈ ശമാശന്മാർക്ക് മാത്രമല്ല, പട്ടക്കാർക്ക് മാത്രമല്ല, മേൽപ്പട്ടക്കാർക്ക് മാത്രമല്ല, സഭയുടെ എല്ലാ മക്കൾക്കുമുള്ള ഒരു വലിയ നിയോഗമാണ് അത്. അപ്പോൾ പ്രവർത്തനം, ആക്ഷൻ, അതെന്താണ്? 3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1,
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മളിപ്പോൾ വായിച്ച ഭാഗം തന്നെയാണ്, അതിൻ്റെ തുടർച്ച പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ 19 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ ഈ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ഈ ലാസറിൻ്റെ ചിത്രമുണ്ട്. പടിപ്പുരയ്ക്കൽ അവൻ കാത്തിരിക്കുന്നത് മേശമേൽ നിന്ന് എപ്പോഴെങ്കിലും വീഴുന്ന ഒരു ഭക്ഷണം കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ പ്രതീക്ഷയോടെ ഭക്ഷണത്തെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവനെ ഭക്ഷണമാക്കുന്ന മറ്റൊരു സംഗതി അവിടെയുണ്ട്. യേശു കർത്താവ് കഥ പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിനെ വിവരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വല്ലാണ്ട് വിരൽ ചൂണ്ടുന്നുണ്ട് കർത്താവിൻ്റെ ഈ വിവരണം. എന്താ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്? അവനെ നായ്ക്കൾ ഭക്ഷണമാക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ വ്രണത്തിൽ നായ്ക്കൾ നക്കുമായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഭക്ഷണം പ്രതീക്ഷിച്ച് ദയനീയമായ കണ്ണുകളും കൊണ്ട് ഒരു മനുഷ്യൻ ആ മേശപ്പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നായ്ക്കൾ അവനെ നക്കിത്തോർത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി അവനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിരോധം നഷ്ടപ്പെട്ടവന് പ്രതിരോധമാകുന്നതാണ് ഷമ്മാശന്റെ ശുശ്രൂഷ. പ്രതിരോധം നഷ്ടപ്പെട്ടവന് പ്രതിരോധം സൃഷ്ടിച്ചു കൊടുക്കുന്നതാവണം ഷമ്മാശന്റെ ശുശ്രൂഷ. പടിപ്പുരകളിൽ വല്ലാണ്ട് വിഷണ്ണരായി സങ്കടപ്പെട്ട് ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ നെടുവീർപ്പുകൾക്ക് കൈകൊടുക്കാൻ കഴിയുന്ന മനുഷ്യരാവണം ഞാനും നിങ്ങളുമൊക്കെ. അവർക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ജീവിതത്തിൻ്റെ സ്വപ്നതുല്യമായ അനുഭവങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ സാധ്യമാകുന്നില്ല. അവർ ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വീർപ്പുമുട്ടുന്നവരാണെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ഇത്തരം ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഇതൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള വാർത്തകൾ മാത്രമാണ്, അല്ലേ? നമ്മൾ ഫോണിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഇന്ന് മിന്നിമറയാറുണ്ട്. ഒക്കെ സ്ക്രോൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ്. ആരും ഗൗരവത്തിൽ അതിനെയൊന്നും കാണാറില്ല. ജീവിതങ്ങളെ സ്ക്രോൾ ചെയ്യാനുള്ളതല്ല. പ്രതിരോധം നഷ്ടപ്പെട്ടവൻ്റെ പ്രതിരോധം പുനഃസ്ഥാപിക്കുന്ന ശുശ്രൂഷയിൽ ബലപ്പെടാനുള്ളവരാണ് നമ്മളൊന്ന് മറക്കരുത്. രണ്ടാമത് മറ്റൊരു ഉദാഹരണം, നമ്മൾ ബേഥെസ്ദ കുളക്കരയിലേക്ക് പോയാൽ അവിടെ ഒരു മനുഷ്യനെ കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യമാണ്. അവിടെ കാണുന്ന ഒരു മനുഷ്യൻ, അവൻ വർഷങ്ങളായി കുളക്കരയിൽ വല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്നവനാണ്. അവൻ്റെ അരികിലേക്ക് യേശു കർത്താവ് വരുമ്പോൾ അതിൽ 7-ാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: എനിക്കാരുമില്ല. ഇന്നത്തെ ലോകത്തിൽ ഞാനും നിങ്ങളും കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കല്ലേ എനിക്കാരുമില്ല എന്നുള്ള ആ സങ്കടവും പരിവേദനവും. പല ആളുകളുടെയും മുഖത്തേക്ക് നോക്കിയാൽ മുഖത്തെഴുത്തി വെച്ചിട്ടുണ്ട് എനിക്കാരുമില്ല. ചില മനുഷ്യരോട് സംസാരിച്ചാൽ ആ സംസാരിക്കുന്നതിൻ്റെ അവസാനം എത്തിച്ചേരുക എനിക്കാരുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ ഇടയിലേക്ക് പ്രവർത്തിച്ചു ചെല്ലേണ്ടവനാണ് ഷമ്മാശൻ. നോക്കൂ, അവനോട് എന്തുകൊണ്ടാണ് നിനക്കാരുമില്ല എന്ന് നീ പറയുന്നത് എന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും, നോക്കൂ, ഞാനിവിടെ ഇത്ര കൊല്ലമായി കിടക്കുന്നവനാണ്. കുളം കലങ്ങുമ്പോൾ അതിലൊന്നിറങ്ങിയാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. പക്ഷേ ആ കുളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് മുമ്പേ ഓടുന്നവരുണ്ട്, എനിക്ക് മുമ്പേ നടക്കുന്നവരുണ്ട്. എനിക്കിഴയാനേ പറ്റുന്നുള്ളൂ. ഷമ്മാശന്റെ ശുശ്രൂഷ എന്താണ്? ഷമ്മാശന്റെ പ്രവൃത്തി എന്താണ്? അതിതാണ്: ഓടുന്നവരൊരുപാടുണ്ടായിരിക്കെ, നടക്കുന്നവരും ഒരുപാടുണ്ടായിരിക്കെ, ഇഴയുന്നവനോടുകൂടെ നിൽക്കുന്നതാണ് ഷമ്മാശന്റെ ശുശ്രൂഷ. ഓടുന്നവരൊരുപാടുണ്ടായിരിക്കെ, നടക്കുന്നവരും ഒരുപാടുണ്ടായിരിക്കെ, ഇഴയുന്നവനോട് കൂട്ടുകൂടുന്നതാണ്, ഇഴയുന്നവന് വേണ്ടി വേഗതയാകുന്നതാണ് ഷമ്മാശന്റെ ശുശ്രൂഷ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ഉദാഹരണത്തിലേക്ക്, അപ്പോൾ പ്രതിരോധം നഷ്ടപ്പെട്ടവന് പ്രതിരോധമാവണം, ഇഴയുന്നവന് സഖിയാവണം. മറ്റൊരു ഉദാഹരണം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിച്ചാൽ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ്. ആ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത്. അവിടെ വാസ്തവത്തിൽ സംഭവിച്ച ഒരു കാര്യം, വഴിയിൽ കിടന്നവൻ വഴിയമ്പലത്തിലെത്തി എന്നുള്ളതാണ്. വഴിയരികിൽ കിടക്കുന്നവൻ വഴിയമ്പലത്തിലേക്കെത്തി. ഈ വഴിയരികിൽ നിന്ന് വഴിയമ്പലത്തിലേക്കുള്ളൊരു ദൂരമുണ്ടല്ലോ,
ആ ദൂരം താണ്ടാൻ അവനോട് കൂടെ നിന്നൊരു മനുഷ്യനെയാണ് യേശു കർത്താവ് നല്ല ശമരിയക്കാരൻ എന്ന് വിളിക്കുന്നത്, നല്ല സുഹൃത്ത് എന്ന് വിളിക്കുന്നത്. അതാവാൻ ഒരു ഷമ്മാശന് പറ്റണം. ഞാനിനി ഷമ്മാശൻ 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 എന്ന് പറയുമ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഈ 3 പേരെ കുറിച്ച് മാത്രമല്ല, ഞാനും നിങ്ങളുമെല്ലാം ഈ ഷമ്മാശ പദവിയിലേക്ക് വരേണ്ടവരാണ്. അവിടെ നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറയുമ്പം പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. അവൻ്റെ മുറിവുകളിൽ എണ്ണ പകർന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ, തൈലം പകർന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ മുറിവുകളിലേക്ക് എണ്ണ പകരുന്ന, അവന് ആശ്വാസം നൽകുന്ന എണ്ണ പകരുന്ന ശുശ്രൂഷയാണിത്. കയ്യിൽ ആ തൈലത്തിന്റെ സുഗന്ധം പേറുന്നവനാവണം ഒരു ഷമ്മാശൻ. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന തൈലത്തിന്റെ സുഗന്ധം കയ്യിൽ പേറുന്ന മനുഷ്യനായി നമ്മൾ മാറണം. അവൻ മുറിവിൽ തൊടുന്നവനാണ്, അവൻ സമയം ചെലവഴിക്കുന്നവനാണ്, അവൻ പണം വ്യയം ചെയ്യുന്നവനാണ്, മടങ്ങി വരാമെന്ന ഉറപ്പ് നൽകുന്നവരുമാണ്. ഈ വഴിയരികിൽ നിന്ന് വഴിയമ്പലത്തിലേക്കുള്ള ദൂരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദൂരത്തിൽ ജീവിതത്തിൽ സുഗന്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന മനുഷ്യരാകാൻ ഷമ്മാശന്മാരെ ദൈവം തമ്പുരാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയിൽ ഒരമ്മയുണ്ടായിരുന്നു. IV എന്നാണ് പേര്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഒന്നും ഉള്ളയാളല്ല, ഒരു സാധാരണ വീട്ടിലെ അമ്മയാണ്. അമ്മ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും നടന്നു വരും. വളരെ ദൂരമൊക്കെ നടന്ന് പ്രാർത്ഥനയിൽ വരും, ശുശ്രൂഷകളിൽ പങ്കെടുക്കും. അങ്ങനെയുള്ള ഒരു ശാന്തയായ, വലിയ ബഹളവും വർത്തമാനവും ഒന്നും ഇല്ല, അങ്ങനെയുള്ള ഒരു അമ്മയാണ്. ഈ അമ്മ മരിച്ചു. ഞാൻ കഥ വേഗത്തിലങ്ങ് പറയാം. ഈ അമ്മ മരിച്ചു. എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. അതുപോലെ ഭക്തയായി ജീവിച്ച ഒരമ്മ. സാമ്പത്തികമായിട്ടൊന്നുമില്ല. മരിച്ച് ശവസംസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മകൻ പാസനേജിൽ എന്നെ കാണാൻ വന്നപ്പോൾ കയ്യിലൊരു പൊതിയുണ്ട്. ഒരു പത്രക്കടലാസിൻ്റെ പൊതിയാണ്. അതിങ്ങനെ പൊതിഞ്ഞ് കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ അത് കൊണ്ട് തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുള്ളത് ഒരു കൊച്ചു മോതിരം, സ്വർണ്ണമോതിരം, 2 കമ്മൽ, ഒരു കൊച്ചു വള, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഞാൻ ചോദിച്ചു, ഇതെന്താ? ഉടനെ ആ മകൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ അമ്മ മരിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ ആകെയുള്ളത് ഞാൻ അണിഞ്ഞിരിക്കുന്ന എൻ്റെ ദേഹത്തുള്ള ഈ സ്വർണ്ണാഭരണം, കൊച്ചൊരു മോതിരവും 2 കുഞ്ഞി കമ്മലും ഒരു കൊച്ചു വളയുമാണ്. അതേതെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യന് സഹായമാവണം. അതുകൊണ്ട് അത് പള്ളിയിൽ അച്ഛനെ ഏൽപ്പിക്കണം. IV ആൻറ്റി, ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ IV എന്ന അമ്മയെ ഞാൻ ഓർക്കുന്നു. ആ അമ്മയുടെ കയ്യിൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ദൈവരാജ ശുശ്രൂഷയുടെ സുഗന്ധമുണ്ട്. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രതിരോധം തീർക്കുന്നതാണ്, പ്രതിരോധം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്, ഇടയുന്നവനോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. അതുമാത്രമല്ല, ശുശ്രൂഷയുടെ സുഗന്ധം സൂക്ഷിക്കുന്നതാണ്. 2, ചില പ്രതിഫലനങ്ങളും ആവശ്യമുണ്ട്. ഷമ്മാശനെ കണ്ടാൽ ഷമ്മാശനാണെന്ന് തോന്നണം, പട്ടക്കാരനെ കണ്ടാൽ പട്ടക്കാരനാണെന്ന് മനസ്സിലാവണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 19-ാമത്തെ വാക്യത്തിൽ മോശയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയിട്ട് മിഥ്യാനിൽ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് പെൺകുട്ടികൾ, നമുക്കറിയാം രഘുവീലിൻ്റെ മക്കളാണ്, പെൺകുട്ടികൾ അവിടേക്ക് വരികയാണ്. അവർ ഇടയന്മാരുമായിട്ടൊരു പ്രശ്നമുണ്ടാകുന്നുണ്ട്. അവർ വന്ന് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ മോശ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇവരെ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. ഈ പെൺകുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അപ്പൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര വേഗം എങ്ങനെയാണ് വന്നത്? എന്തോ പറ്റി? വേഗത്തിൽ ഇന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ ഒരു മിസ്രൈമ്യൻ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു എന്നാണ്. ആര് രക്ഷിച്ചു എന്നാണ്? മിസ്രൈമ്യൻ. ആണോ? അല്ല, രക്ഷിച്ചത് മോശയാണ്. മോശ മിസ്രൈമ്യനല്ല. പക്ഷെ മോശ കണ്ടാൽ ഇപ്പൊ തോന്നുന്നത് എന്താണ്? ഒരു മിസ്രൈമ്യനാണെന്നാണ്. ഇതാണ് പലപ്പോഴും പലരുടെയും ശുശ്രൂഷയിൽ അപകടമുണ്ടാക്കുന്നത്. കണ്ടാൽ തോന്നില്ല ആരാണെന്ന്. ഞാനും നിങ്ങളുമൊക്കെ നമ്മളെ റിവീൽ ചെയ്യേണ്ട ഒരു കാലമാണിത്.
നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കേണ്ടുന്നൊരു കാലമാണിത്. ശമ്മാശനെ കണ്ടാൽ ശമ്മാശനാണെന്ന് അറിയണം. നീ എബ്രായനാണ് മോശേ, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ് മോശേ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മോശേ. നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നണം. നോക്കുമ്പോൾ നോക്കിയവന് മനസ്സിലാക്കണം നോക്കിയത് ഒരു ദൈവ പൈതലിനെയാണെന്ന്. നോക്കുമ്പോൾ നോക്കിയവന് മനസ്സിലാവണം നോക്കിയതൊരു ദൈവ പൈതലിനെയാണ് എന്ന്. എൻ്റെ ഇടവകയിൽ, പാണ്ടനാട് ഇമ്മാനുവേൽ ഇടവകയിൽ വികാരിയായിരുന്ന TV പുന്നനച്ഛൻ, ഞാൻ ജസ്നച്ഛനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ തൃശ്ശൂരാണ് ആ സമയത്ത്, അവിടെ ഞാൻ സെമിനാരിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അച്ഛൻ വന്നു, ചാർജ് എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി പാസനേജിൽ ചെന്നു. പാസനേജിൽ ചെന്നപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെ, അച്ഛൻ കാഷായ വേഷമൊക്കെയാണ് ധരിക്കുക, കാവ്യാണ്. അച്ഛൻ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അകത്തിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പം പറഞ്ഞു സെമിനാറിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. കുറേ സമയം വർത്തമാനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അതിന് ഞാൻ പൊക്കോട്ടെ. അപ്പം അച്ഛൻ പറഞ്ഞു, ശരിയാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കണ്ണടച്ചുകൊണ്ടിരുന്ന എനിക്കൊരു തോന്നൽ, ഒന്ന് കണ്ണു തുറന്നാലോ എന്നെനിക്കൊരു പ്രേരണ. കാരണം എന്താ അറിയാമോ? ഈ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നുക ദൈവം ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് എന്നാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശൈലി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് റെജി എന്നൊരു പേരും കൂടെ ഉണ്ട്. ദൈവമേ, നമ്മുടെ റെജി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കുഞ്ഞാ, അവന് സെമിനാരി പോകണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഇവിടെ നിൽക്കുന്നുണ്ട്. ദൈവത്തോടൊരു കാര്യം പറയുക. ഈ പ്രാർത്ഥനയുടെ അവസാനം കണ്ണ് തുറന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കോണിൽ നനവുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. പട്ടക്കാരനെ കണ്ടാൽ തോന്നണം ഇത് പട്ടക്കാരനാണെന്ന്. പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ തോന്നണം ഇത് പ്രാർത്ഥിക്കുന്നവനാണെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണിത്. ഈ പ്രതിഫലനം സൂക്ഷിക്കാൻ ഓരോ ശമ്മാശനും സാധ്യമാകണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം പഠിച്ചാൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന മനോഹരമായ ഒരു ആഖ്യാനമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് പത്രോസിനെ എല്ലാവരും ചേർന്ന് പിടിച്ചവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന്. ആരാണ് ഈ എല്ലാവരും? അതിനകത്ത് മഹാപുരോഹിതന്മാരുണ്ട്, അവിടുത്തെ പടനായകന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് പത്രോസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു വിചാരണ നടത്തുകയാണ്. ആ വിചാരണയുടെ നടുവിൽ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് ഇങ്ങനെയാണ്. നമ്മൾ പത്രോസിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. എപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി? ഭയം വരേണ്ടുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു കർത്താവിനെ കുറച്ചു നാൾ മുമ്പ് വിചാരണ ചെയ്ത ഒരു കൂട്ടമുണ്ട്. അതിവർ തന്നെയായിരുന്നു. മഹാപുരോഹിതനും പുരോഹിതരും പരീശനും ശാസ്ത്രിയും പടനായകരും എല്ലാം കൂടിയിരുന്നാണല്ലോ യേശു കർത്താവിനെ കാൽവറി ക്രൂശിലേക്ക് അയച്ചത്. അതേ കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉള്ളത്. ഭയം വരേണ്ടതാണ്. മരണം മുമ്പിൽ കാണേണ്ടുന്ന സാഹചര്യമാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, ഇനി 1000 കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്നലെ വരെ നിങ്ങളെ നോക്കിയതുപോലെയല്ല. ഇനി ഈ കണ്ണുകൾ നിങ്ങളെ നോക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ നോട്ടത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ പറച്ചിലുകൾക്ക് നിങ്ങൾ ബോധ്യം വരുത്തേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശകലനം ചെയ്യപ്പെടും. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ മുള്ളുപോലെ നമുക്ക് നോവും, ചിലപ്പോൾ അഗ്നി പോലെ പൊള്ളും, ചിലപ്പോൾ ആഴക്കടൽ എന്ന പോലെ ശ്വാസം മുട്ടും. ഈ സാഹചര്യങ്ങളിലെല്ലാം എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ജീവിതത്തെ പ്രതിഫലിപ്പിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി നമ്മൾ മാറണം. നിലത്തെഴുതുന്ന കർത്താവിൻ്റെ ഒരു ചിത്രമുണ്ട് വേദപുസ്തകത്തിൽ. നിലത്തെഴുതുന്ന ഒരു കർത്താവിൻ്റെ ചിത്രം. എന്തിനാണ് കർത്താവ് നിലത്തെഴുതിയത്? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് നിലത്തെഴുതി.
ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് ആളുകളുടെ നടുവിൽ നിർത്തി, എല്ലാവരും കൂടെ ചേർന്ന് നടുവിൽ നിർത്തിയിട്ട് യേശു കർത്താവിനോട് പറഞ്ഞു, എറിയാൻ കല്ലുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഇവൾക്ക് നേരെ ആരോപിക്കാൻ പറ്റിയ നല്ല കുറ്റങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഇവളെ തീർത്ത് കളയാൻ, ഇവളുടെ മേലൊരു കൽക്കൂന കൂട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, എറിയണ്ടേ നമുക്ക്, ഞങ്ങൾ എറിഞ്ഞു തുടങ്ങട്ടെ. യേശു കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ചോദിക്കുകയാണ്. യേശു ഒന്നും പറഞ്ഞില്ല. അങ്ങനെയല്ലേ? യേശു ഒന്നും പറഞ്ഞില്ല. അവൻ എഴുതിക്കൊണ്ടേയിരുന്നു. അവൻ ജീവിത എഴുത്തു നടത്തി കുറേ സമയം മിണ്ടാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നിശബ്ദത, യേശു കർത്താവിൻ്റെ ഈ നിശബ്ദതയുണ്ടല്ലോ, അതൊരു സ്പേസാണ്. ജീവിതത്തെ പ്രതിഫലിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതൊരു സ്പേസാണ്. ഈ കല്ലും കൊണ്ട് നിൽക്കുന്ന ഈ വലിയ ആളുകളുണ്ടല്ലോ, ഈ ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഈ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുമോ എന്നൊരു അന്വേഷണമുണ്ട് ഈ സ്പേസിൽ. കല്ലെറിയാൻ നിൽക്കുന്ന ഈ ആളുകളിൽ ആരെങ്കിലും ഒരാൾ അത് വേണ്ട എന്ന് പറയാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരന്വേഷണമുണ്ട് ഈ സ്പേസിൽ. കർത്താവ് ഒരുക്കുന്ന സ്പേസ്, കർത്താവ് ഒരുക്കുന്ന ഇടത്ത് ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് ശമ്മാശൻ. 1000 പേര് പറയുന്നത് ആവർത്തിക്കുന്നവനല്ല ശമ്മാശൻ. അതിൻ്റെ ഇടയിൽ ശരികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നവനാണ് ശമ്മാശൻ. അങ്ങനെയാവണം നമ്മുടെ ജീവിതം. അവസാന അത്താഴത്തിന് കർത്താവ് ഒരുങ്ങുമ്പോൾ കർത്താവ് കിരീടമെടുത്ത് തല വെച്ചു എന്നല്ല, ചെങ്കോലെടുത്ത് കൈ പിടിച്ചു എന്നുമല്ല. അവനൊരു തുവർത്തലെ, ഒരു ടവൽ കയ്യിലെടുത്തു. അതെടുത്ത് അരയിൽ കെട്ടിയിട്ട് ഒരു പാത്രം വെള്ളവും എടുത്ത് മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യൻ്റെ കാലുകളിലേക്ക് അവൻ യാത്രയായി. ആ യാത്രയുടെ പിന്മുറക്കാരാകാനാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭരണഘടനയിൽ ശമ്മാശൻ ആരാണ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശമ്മാശ് ലോകത്തിൽ സേവനത്തിനു വേണ്ടി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് ശമ്മാശ് സ്ഥാനം. യേശു ക്രിസ്തു നിറവേറ്റിയ വിവിധ ശുശ്രൂഷകളിലാണ് ഈ സ്ഥാനത്തിൻ്റെ പൊരുളടങ്ങിയിരിക്കുന്നത്. കൂദാശകളുടെ അനുഷ്ഠാനത്തിൽ പട്ടക്കാരെ സഹായിക്കുന്നതിനും പരസ്യാരാധന നടത്തുന്നതിനും ദരിദ്രരെ കരുതുന്നതിനും നിസ്സഹായരെ സംരക്ഷിക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും ശമ്മാശന് ചുമതലയുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഭരണഘടന പറയുന്നതും ക്രിസ്തുവിനെ പോലെയാകണമെന്നാണ്. ക്രിസ്തുവിനെ പോലെയായി ക്രിസ്തുവിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ വഴിയെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന നല്ല മനുഷ്യരാകാൻ ശമ്മാശന്മാരെ ദൈവം തമ്പുരാൻ ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അവരോടൊപ്പം ഞാനും നിങ്ങളുമെല്ലാം ചേരുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ആക്ഷൻസ് ആൻഡ് റിഫ്ലക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികളും പ്രതിഫലനങ്ങളും ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് കാരണമാകുന്ന വിധത്തിൽ ക്രമീകരിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. ആമേൻ.